ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങി. ഇന്ന് അല്പം മുമ്പാണ് ഈ സംഭവം. ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഓഫീസ് അങ്കമാലിയിലാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്. അദ്ദേഹം ഇന്ന് ഒരു സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം ചോദിച്ചത്. കാരണം ഇടമലയാറിലും ആ ഭാഗത്തുമൊക്കെ കോൺട്രാക്ട് എടുത്ത് പലരും ചെറിയ ചെറിയ കോൺട്രാക്ട് എടുത്തൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ലൈസൻസ് വേണം ഇതിൻ്റെ അകത്ത്. ഡാമിൻ്റെ സൈറ്റിലും മറ്റിടത്തുമൊക്കെ പണിയെങ്കിൽ ലൈസൻസ് ഉള്ള എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ഒക്കെ ഉണ്ട്. അതിലൊരു സി ക്ലാസ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പലരും ഉണ്ടാവും സി ക്ലാസ് ലൈസൻസ് ഉള്ളവർ. ഇയാൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്കമാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവിടെ പോയി ചോദിച്ചു, 15,000 രൂപ കൈക്കൂലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുക്കണം. പിന്നെ അല്ലറ ചില്ലറ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് 8-10 രൂപ കൂടെ ആവും. എങ്ങനെയായാലും 10-25,000 രൂപ അവിടെ ചെലവാക്കിയെങ്കിലേ പറ്റുള്ളൂ. ഒരു സാധാരണ ഒരു ചെറിയ കോൺട്രാക്ടർക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ കൊടുക്കാൻ കഴിയുക? ഏതായാലും അയാള് വിജിലൻസ് കൊച്ചി യൂണിറ്റിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ പണം ചോദിക്കുന്നു. ഞാനൊരു സി ക്ലാസ് ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു. നമുക്കറിയാം കോർപ്പറേഷനിലും ഒക്കെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ അവിടെയൊക്കെ ചില ലൈസൻസ് വേണം. ചെറിയ ചെറിയ പണികളെടുത്ത് നയിക്കുന്നവർക്കൊക്കെ ഒരു സി ക്ലാസ് ലൈസൻസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പണി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അത് ക്വാളിഫൈഡ് ആണോ ഇല്ലെന്നറിയാനാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഉദ്ദേശം. ഏതായാലും ഇന്ന് 15,000 രൂപയായിട്ട് പോയി. അത് കൊച്ചി യൂണിറ്റിലെ വിജിലൻസ് ഓഫീസേഴ്സ് എല്ലാവരും പതുങ്ങി ആ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. പണം കൊടുത്ത് പിടിയും വീണു. അത് ഒരിക്കലും പുള്ളി പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പം കോടതിയിൽ ഹാജരാക്കും. തീർച്ചയായിട്ടും റിമാൻഡിൽ പോവും, യാതൊരു സംശയമില്ല. അങ്കമാലി ഓഫീസിൽ വെച്ച് തന്നെയാണ് ആ പിടി വീണതെന്നുള്ളതാണ്. കാരണം കൊച്ചി യൂണിറ്റിലെ ഓഫീസിലെ അംഗങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തപ്പം തന്നെ ആ ട്രാപ്പ് കറക്റ്റായിട്ട് അവർ ഒപ്പിച്ചു വെച്ചു, അതിൽ വീഴുകയും ചെയ്തു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ അസറ്റ് ഇനി നോക്കേണ്ടി വരും. ഇദ്ദേഹം ഇനി സസ്പെൻഷൻ, ഇപ്പം അധികം നാൾ പുള്ളി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് കാണില്ല. ഏതായാലും കുറേ ദിവസം റിമാൻഡിൽ കിടക്കേണ്ടി വരും. ചിലപ്പം കോടതിക്ക് തോന്നിയ അന്നേരം തന്നെ ജാമ്യം കൊടുക്കാൻ. കാരണം 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള ശിക്ഷയാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും സാധാരണഗതിയിലെ പോലീസ് കസ്റ്റഡി ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് റിമാൻഡ് ചെയ്തേ പറ്റുള്ളൂ. 3-4 ദിവസം റിമാൻഡിൽ കിടന്നു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ച് എന്തുമാത്രം സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വിജിലൻസ് അന്വേഷിക്കും. നേരത്തെ തന്നെ ഇങ്ങനെ പറ്റി പല പരാതികളും വിജിലൻസിന് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരെയൊക്കെ ഓഫീസിലൊക്കെ പോയി പലരും വാൺ ചെയ്യും, കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ അതിൽ നിന്ന് പിന്മാറിക്കോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതുപോലെയുള്ള കംപ്ലൈൻറ്റ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരായിട്ട് വന്നിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടില്ല. പല ഓഫീസർമാരും അവരുടെ സർവീസിന്റെ ഫാഗന്റിലാണ് ഇതുപോലെ കൈക്കൂലിയൊക്കെ വാങ്ങുന്നത് കൂടുതലും കാണുന്നത്. കാരണം സർവീസിൽ നിന്ന് പിരിയാണ്, പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് അല്പസ്വല്പം പൈസ വാങ്ങിച്ചങ്ങ് പിരിയാം. അങ്ങനെയുള്ള ദുരുദ്ദേശത്തോടുകൂടി പെയ്യുമ്പോഴാണ് കൂടുതൽ പൈസ ഡിമാൻഡ് ചെയ്യുന്നത്. ഏതായാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിടി വീണിരിക്കുന്നു ഇവിടെ. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കഴിഞ്ഞ 10 വർഷത്തെ, ഏറ്റവും കുറഞ്ഞത് 10 വർഷം മുതൽ 13 വർഷം വരെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ എന്തുമാത്രം ആർജിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷിക്കും. അത് അന്വേഷണത്തിൽ അദ്ദേഹം ലാൻഡഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. കാരണം സ്വത്തുക്കളൊക്കെ വാങ്ങിക്കുന്ന പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിനെ അറിയിക്കില്ല. കാരണം സാധാരണഗതിയിൽ അനുവാദം വാങ്ങണം എന്നാണ് പറയുന്നത്. വാങ്ങിച്ചില്ലെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിൽ ലാൻഡഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് എല്ലാ വർഷവും ഡിസംബർ 30-നകം കൊടുക്കണമെന്നുള്ളതാണ്. അതിനകത്തൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത ഒരു കുറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആർജിച്ചിരിക്കുന്ന സ്വത്തുക്കള് തലമുറയായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കുടുംബപരമായിട്ട് കിട്ടിയത് ഒഴിച്ച് ബാക്കി സ്വത്തുക്കളെല്ലാം സർക്കാർ സ്റ്റേഷൻ ഏതൊരു പ്യൂൺ ആയാലും ശരി അയാളും ലാൻഡഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. പലർക്കും അത് അറിയില്ല, അത് ചെയ്യാറില്ല. വലിയ കെട്ടിടങ്ങളും അതും ഇതൊക്കെ വലിച്ചു ചിലപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കാം വെക്കുന്നത്. എങ്കിൽ തന്നെ
സർക്കാരിൻ്റെ അനുവാദം വാങ്ങണം, ഇല്ലെങ്കിൽ പണി കഴിഞ്ഞാൽ അത് ഇൻറ്റിമേറ്റ് ചെയ്യണം, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ പണം എത്രയുണ്ടെന്ന് വെച്ചാൽ അതും കേൾക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള 10-11 വർഷത്തെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സോഴ്സും അദ്ദേഹം ആർജിച്ചിരിക്കുന്ന സ്വത്തിൻ്റെ വിവരവും എല്ലാവരും വിജിലൻസ് അന്വേഷിക്കും. അടുത്ത ഒരാഴ്ചയെങ്കിലും അദ്ദേഹം റിമാൻഡിൽ കിടക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.